എൻ വി ബാലകൃഷ്ണൻ ഇപ്പോൾ ഇതാ ആയങ്കിയെ പിടികൂടിയിരിക്കുന്നു. ആയങ്കിയെ പിടികൂടുമ്പോൾ ആയങ്കിയെ പാർട്ടി നേതാക്കളെല്ലാം തള്ളിപ്പറയുന്നുണ്ട്. ഇപ്പോൾ തള്ളിയത് കൊണ്ട് കാര്യമുണ്ടോ? ഈ നിലയ്ക്ക് ധാർഷ്ട്യത്തോടു കൂടി പെരുമാറാൻ, പോലീസിനെ വെല്ലുവിളിക്കാൻ, ഈ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കാൻ ആയങ്കിക്ക് ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? സ്മൃതി, ആയങ്കി വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 2 വാക്ക് നമുക്ക് ടി ജി മോഹൻദാസിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയായിരിക്കില്ല. ഇവിടെ എൻ്റെ സുഹൃത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാനത് കേട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് അദ്ദേഹത്തോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പൊതുസമൂഹത്തിൽ തെറ്റായ മെസ്സേജ്, തെറ്റായ ഒരു ആശയം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ഗവൺമെൻറ് പുതിയ 1-2 മാസമേ ആയിട്ടുള്ളൂ. കേരളത്തിൽ നിലവിലുള്ള പോലീസ് സംവിധാനമൊക്കെ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ മാറ്റം ഉണ്ടാകാനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കും. അതൊക്കെ ശരിയായിരിക്കും, അതൊക്കെ അംഗീകരിക്കാം. പക്ഷെ അപ്പോഴും ടി ജി മോഹൻദാസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന വീഴ്ചകളെ അത്ര ലളിതമായി നിങ്ങൾ കാണരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി ജി മോഹൻദാസ് അങ്ങേയറ്റം വിദ്വേഷജനകമായിട്ടുള്ളൊരു പരാമർശം നടത്തുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അങ്ങേയറ്റം ഗാങ് റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണ് ഈ യുവതികൾ എന്ന് പറഞ്ഞാൽ എന്തപ്പം നമ്മളതിന് പറയുക? ഇത് പറഞ്ഞിട്ട് അയാൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവ് ഹാജരാക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ സാധാരണ ഈ പോലീസ് ആക്ട് ചെയ്യുന്നത്. പോലീസ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. തുടർന്ന് വളരെ പെട്ടെന്ന് കേസുണ്ട്. അത് കേസിൻ്റെ ഒരു മെറിറ്റ് അനുസരിച്ച് വളരെ പെട്ടെന്ന് തെളിവുണ്ടാക്കുകയാണ്. ഇത് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇത് നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ വനിതകളെ അപമാനിച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേസിൽ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും വകുപ്പെടുത്തായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരുത്താം. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ എന്തോ ഒരു തരം മെല്ലപ്പോക്ക് ആരോപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില കേസുകളൊക്കെ ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. ഈ വന്ദേ മാതരം ചൊല്ലുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് മറ്റ് ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഒരു കൺഫ്യൂഷൻ എവിടെയൊക്കെയോ നിലനിൽക്കുന്നത് പോലെ ഒരുപക്ഷെ അത് ഒരു തുടക്കത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ പോലും അത് UDFനെ വലിയ തോതിൽ ബാധിക്കാനിടയുള്ള പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന്. അല്ലെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം CPM സ്വീകരിച്ച മൃദു ഹിന്ദുത്വ നിലപാടുകളോ ഹിന്ദുത്വത്തെ ഇതാക്കുന്ന നിലപാടുകളോ ഒക്കെ നിങ്ങളും സ്വീകരിക്കുന്നു എന്ന് പൊതുവെ ആളുകൾ വിലയിരുത്താനിടയാവുന്ന ഒരു സാഹചര്യം ഇതിനകത്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ കാണണമെന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് ആദ്യമേ പറയാനുള്ളത്. ഇനി അർജുൻ ആയങ്കിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അർജുൻ ആയങ്കി എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ആകാശ് ചില്ലങ്കേരി എന്ന് പറയുന്ന ആളൊക്കെ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ രാജേഷ് ചെറുപ്പാട് വളരെ വിചിത്രമായ ചില വാദങ്ങളൊക്കെ ഉദ്ദേശിച്ചു. അയാളൊരു താഴെ DYFയുടെ ഏതൊരു യൂണിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനപ്പുറത്തോട്ടായൊക്കെ പ്രാധാന്യമില്ല എന്നാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നോക്കണം. അത് സംസ്ഥാനത്തെ ഒരു റെഡ് വളണ്ടിയർ മാർച്ചിന് കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ റെഡ് വളണ്ടിയർമാരെ നയിക്കുന്ന ആൾ ഇത് ഈ അർജുൻ ആയങ്കിയാണ്. അതുപോലെ തന്നെ മനു തോമസ് വളരെ പ്രധാനപ്പെട്ട. മനു തോമസിനെ നിങ്ങൾ പുറത്താക്കിയൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞുകളല്ല. മനു തോമസ് ദീർഘകാലം CPMനകത്ത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും നടത്തി പാർട്ടിക്കകത്തെ ഉൾപാർട്ടി ചർച്ചകളിൽ ഒരു പ്രയോജനമില്ല എന്ന് ബോധ്യപ്പെട്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ച് സാവധാനത്തിൽ പാർട്ടിക്ക് വെളിയിലേക്ക് പോയൊരു ആളാണ്. അയാൾ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ ഏറ്റവും പ്രസക്തമാണ്. ആ പ്രസക്തമായ കാര്യത്തിനൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുതയുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ സ്മൃതി വളരെ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. P. ജയരാജൻ ഇതിനകത്ത് അദ്ദേഹം പ്രതികരിച്ചത് കണ്ടില്ല. ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയാണ്. P. ജയരാജൻ പ്രതികരിച്ചത് കാണുന്നില്ല ഇതുവരെ. ഇനി MV ജയരാജൻ പ്രതികരിച്ചപ്പോൾ അപ്പം തന്നെ അർജുൻ ആയങ്കി മറുപടി ഒറ്റുകാരനാവരുന്നുള്ള മറുപടി പറയുന്നു. എന്നിട്ട് അയാൾ പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. തുടർന്ന് MV ജയരാജന് വായ തുറക്കാൻ പറ്റുന്നില്ല. കണ്ണൂരിലെ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങൾ ഇടപെടും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉണ്ട് KK രാഗേഷ് ഒരു അക്ഷരം ഉണ്ടാകാൻ പറ്റുന്ന സ്ഥിതിയില്ല. അപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, രാജേഷ് ചെറുപ്പാടിന് ഉൾപ്പെടെ അറിയാം, ഈ കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ നിയന്ത്രണത്തിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒരാൾ തന്നെയാണ് അർജുൻ ആയങ്കി. ഞാനതിൻ്റെ ഒരു ചെറിയ ചിത്രം പറയാം. ഒരു 2010 നമ്മൾ CPMനകത്ത് വർഗ ശത്രുക്കളെ അല്ലെങ്കിൽ CPMനെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരിശ്രമിച്ചിട്ടുണ്ട്. അത് തെറ്റ് ശരികളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്.
പറയുന്നത്. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തൂക്കിലേറിയ ആളുകൾ വരെയുണ്ട്. അപ്പുവും ചിരുകണ്ഠനും ഒക്കെ കയ്യൂരിൽ തൂക്കിലേറുന്നത് ഒരു പോലീസുകാരനെ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് പാർട്ടിക്കെതിരായി വരുന്ന ആളുകളെ ആ സമയത്ത് അത് ശരിയോ തെറ്റോ നിൽക്കട്ടെ, എന്നാൽ പോലും അങ്ങനെ പ്രതിരോധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഇതെൻ്റെ പ്രസ്ഥാനമാണ്, എൻ്റെ പാർട്ടിയാണ്, ഇതിനെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥമാണ്, അതിനുവേണ്ടി ചോര കൊടുക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാർട്ടി കേഡർമാരും പാർട്ടി സാക്കളുമാണ് ഇത് ചെയ്തത് ഒരു കാലത്ത്. പക്ഷേ നിങ്ങൾ 2010 ആകുമ്പോഴേക്ക് 2010 കണ്ണൂരിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഈ അർജുൻ ആയങ്കിമാരും ആകാശ് തില്ലങ്കേരിമാരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു സംവിധാനം ഉണ്ടാവുകയും ചോപ്പ് പൂശിയിട്ടുള്ള ഒരു വലിയ സംവിധാനങ്ങളെക്കുറിച്ച് പഴയ ചേകുവരിയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരുടെ ചോര തിളപ്പിക്കുന്ന രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. ഈ സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ കൃത്യമായിട്ട് കാണണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ വർഗ രാഷ്ട്രീയം സമ്പൂർണ്ണമായി ചോർന്നു പോവുകയും അതൊരു തരം കണ്ണൂരിലൊക്കെ ആണെങ്കിൽ ഒരുതരം മാഫിയ സ്വഭാവങ്ങളിലേക്ക്, അതായത് പാർട്ടി നേതാക്കന്മാരൊക്കെ പലതരത്തിൽ കാശുണ്ടാക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി തീരുന്നതും നമുക്ക് കാണാൻ പറ്റും. അക്കാലത്താണ് ഇതുപോലുള്ള ഗുണ്ടകളെയൊക്കെ വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇപ്പോൾ പി ജയരാജൻ്റെ ഒരു ഗ്യാങ് വേണം, എവിടെയായാലും അവർക്ക് മറ്റ് രാഷ്ട്രീയ സംവിധാനത്തിലൊക്കെ അപ്പുറത്തോട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഇങ്ങനെ രൂപപ്പെട്ട് വരികയും പാർട്ടിക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന തല്ലുപിടിയൊക്കെ ഉണ്ടാക്കുകയും തുടർന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ RSS മാർക്സിസ്റ്റ് സംഘടനകളൊക്കെ കേരളത്തിൽ അവസാനിക്കുമ്പോൾ ഇവരൊക്കെ പണിയില്ലാത്തവരായി തീരുകയാണ്. പരസ്പരം ആളെ കൊല്ലുന്നതിനൊക്കെ പറ്റുന്നിട്ട്, പ്രത്യേകിച്ച് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കൂടി നടന്നപ്പോൾ അതിനുശേഷം ഒരു രാഷ്ട്രീയ കൊലപാതകം വലിയ തോതിൽ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ അർജുൻ ആയങ്കിമാരെ പോലുള്ള തില്ലങ്കേരിയെ പോലുള്ള ആളുകളൊക്കെ ഈ സ്വർണം പൊട്ടിക്കൽ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നത്. രാജേഷ് ചെറുപ്പാട് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഈ രാമനാട്ടുകരയിൽ 4 പേര് മരിക്കാനിടയായിട്ടുള്ള ഈ സ്വർണം പൊട്ടിക്കൽ ചേസിങ് ഉണ്ടല്ലോ ഇയാളുടെ നേതൃത്വം. അന്ന് അർജുൻ ആയങ്കി ഉപയോഗിച്ച കാറ് എന്ന് പറയുന്നത് CPM-ന്റെ കണ്ണൂരിലെ ഒരു ലോക്കൽ സെക്രട്ടറിയുടേതാണ് എന്ന് നിങ്ങളറിയാം. ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറാണ് അത്. കണ്ണൂരിലെ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടേതാണ്. അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട പ്രസ് സെക്രട്ടറിയുടെ അനിയനും ജ്യേഷ്ഠനും ഒക്കെ ആയിരുന്ന ആളുകൾ ഈ സംഘത്തിനകത്തുള്ളതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ സ്വർണം പൊട്ടിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി കണ്ണൂരിലെ പാർട്ടി വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മനു തോമസിന്റെ നേതൃത്വത്തിൽ അതിൻ്റെതായിട്ടുള്ള വലിയ ക്യാമ്പയിൻ കണ്ണൂരിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ കണ്ണൂരിൽ ആരംഭിച്ചു. അത് CPM-നെ പലരും ഇടപെട്ട് വിലക്കി. ഈ പറയുന്ന സ്വർണം പൊട്ടിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ലഹരിയെക്കുറിച്ച് മാത്രം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ലഹരിക്കെതിരായി കണ്ണൂരിൽ DYFI 5 ജാഥകൾ സംഘടിപ്പിച്ചു. അതിൽ മനു തോമസ് നേതൃത്വം കൊടുത്ത ഒരു ജാഥ കൂത്തുപറമ്പിന്റെ സമീപത്തെത്തുമ്പോൾ അവിടുത്തെ പാർട്ടിയുടെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ പ്രസംഗം പോലും തടയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞതിന് മലയാളം ഇതാണ്, CPM-നകത്ത് വന്നിട്ടുള്ള അങ്ങേയറ്റം രാഷ്ട്രീയം ചോർന്നു പോവുകയും അതിന് പകരമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ അർജുൻ ആയങ്കിമാരൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ ഇന്നൊരു അർജുൻ ആയങ്കിയുടെ കേസ് പറയാണ്. അർജുൻ ആയങ്കി എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ CPM-ന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ CPM വിചാരിച്ചിടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് ഒരു വലിയ ഗുണ്ടാ രാഷ്ട്രീയ സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആയങ്കി എറണാകുളത്തേക്ക് പോകുന്നത്? കണ്ണൂരിൽ നിന്ന് അവരുടെ താവളം എറണാകുളത്തേക്ക് മാറുവാണ്. കേരളത്തിൽ ആകമാനം ഈ പറയുന്ന ഗുണ്ടാ സംവിധാനമൊക്കെ ആയിട്ട് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്ത് തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെയും ആരെയും ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ സംവിധാനമുണ്ട്. ഇത് തനിയെ ഉണ്ടാവുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ ബാക്കിങ്ങിനകത്തുണ്ട്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വലിയ സംവിധാനം അതിനകത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്നതാണ്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നേരിട്ടുകൊണ്ട് മാത്രമേ ഒരു പാർട്ടിയെ വീണ്ടെടുക്കാൻ പറ്റൂ. രാജേഷ് ചെറുപ്പാടിനെ പോലുള്ള ആളുകൾ ഇതിനെയൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടി ന്യായീകരിക്കുന്നു പറയുന്ന വർത്തമാനങ്ങൾ പാർട്ടിയെ വീണ്ടും വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും മാത്രമേ ഒരു വർഗ പ്രസ്ഥാനമായി, ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചെത്താം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.